രേണുസുതി ബിഗ് ബോസിൽ കയറി. രേണുസുതി ബിഗ് ബോസിൽ കയറിയത് എന്തൊക്കെ കൊസറാക്കൊള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചിലർ ഇവിടെ കിടന്നിട്ട് പലതരത്തിൽ പല ഇതിൽ ഊടായ്പൊക്കെ ഉണ്ടാക്കിയിട്ടും പല വിപ്ലവങ്ങൾ ഇവിടെ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടും ബിഗ് ബോസിൽ കയറാൻ ആയിട്ടില്ലല്ലോ മക്കളെ. കഷ്ടം തന്നെ എന്നല്ലാണ്ട് എന്തു പറയാൻ. മനുഷ്യന്മാരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? രേണുസുതിയുടെ ഒക്കെ പോലെ വല്ലതും ചെയ്യാൻ നോക്ക് ബിഗ് ബോസിലൊക്കെ ഇനി കയറണമെങ്കിൽ. ഈ വക ഊടായ്പം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി ഉയരാൻ പറ്റത്തില്ല കൊച്ചെ. രേണുസുതിയുടെ പോലെ വല്ലതൊക്കെ കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താം. അപ്പോൾ അതൊന്ന് ആ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. അമ്പും വില്ലും, മലപ്പുറം കത്തി, ഒലക്കട മൂട്, ഇപ്പം എല്ലാം തഥാ ഹവ. ആർക്കും വേണ്ടാത്ത ഒരു പിണമായി. പിണറായി എന്നല്ല, പിണമായി. മനസ്സിലായില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഊടായ്പ കാണിച്ചിട്ട് ഈ മനുഷ്യന്മാരെ അല്ലെങ്കിൽ മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്ന പദ്ധതികൾ ജനങ്ങൾ അംഗീകരിക്കൂല എന്നുള്ളൊരു കാര്യം ഇനിയും ഊടായ്പ ഹണിട്രാപ്പുകാർ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയുള്ള നേരം കൊണ്ട് രേണുസുതിനെയൊക്കെ പോലെ എന്തെങ്കിലും കാണിക്കാൻ നോക്കും കേട്ടോ. ചിലപ്പോൾ ബിഗ് ബോസിലെങ്കിലും എടുക്കും. അതായത് ഉത്തമ രേണുസുതിയുടെ പോലെ വല്ല ഊടായ്പകളൊക്കെ കാണിച്ചാൽ രക്ഷപ്പെടാം. ഇനിയും ഈ വക തട്ടിപ്പൂടായ്പകൾ കൊണ്ടിരുന്നാൽ ജനങ്ങളെടുത്തിട്ട് വീണ്ടും പഞ്ഞിക്കിടും. അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഇതൊരു ഉപദേശമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് വേണമെങ്കിൽ സ്വീകരിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ഒരു ഉപദേശമായിട്ട് മാത്രം എടുത്താൽ മതി. കേട്ടില്ല? ഉപദേശിക്കാൻ ആളില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. വേണമെങ്കിൽ ഒന്ന് കേട്ട് നോക്ക്. ചിലപ്പം ഇനിയും രക്ഷപ്പെട്ടേക്കും.